അങ്ങനെ കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുക്കാനോ, കാലില്ലാത്തവർക്ക് കാല് കൊടുക്കാനോ, കൈയില്ലാത്തവർക്ക് കൈ കൊടുക്കാനോ, കരളില്ലാത്തവർക്ക് കരള് കൊടുക്കാനോ, താൻ എന്ത് വേണമെങ്കിലും കൊടുക്കും, വഴിയിൽ നിന്ന് മാറ്. അങ്ങനെ മാറാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഈ പറയുന്നതൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ തുണി കൊടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് തുണി വേണ്ടേ? അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഉടുത്തിരിക്കുന്ന തുണി ഉരിഞ്ഞു തരാനല്ല ഞാൻ പറഞ്ഞത്. കൊടുങ്കാറ്റും പേമാരിയും കൊണ്ട് നാടും വീടും നഷ്ടപ്പെട്ടവർക്ക് ഉടുതുണി വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ചെറിയ സംഭാവനയാണ് ഞാൻ ചോദിച്ചത്. അതിനിവിടെ എവിടെയാ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായത്? ഇവിടെങ്ങും അല്ല സുഹൃത്തുക്കളെ, അങ്ങ് ഭാരതത്തിന്റെ വടക്കുകിഴക്കേ കോണിൽ. നമ്മളെല്ലാം ഭാരതീയരല്ലേ? ഭാരതത്തിന്റെ വടക്കുകിഴക്കേ കോണിലായാലും തെക്കുകിഴക്കേ കോണിലായാലും പേമാരി പേമാരി തന്നെ അല്ലേ? താനി വന്നേ. അയ്യോ, കൈ വാങ്ങിക്കാൻ പാടില്ല. ഇതിനകത്തിട്ടാട്ടെ. ദുരിതാശ്വാസ നിധി പേമാരി പേമാരി പേമാരി. ബിരുവന്താണി ഇവിടെ വരൂ. അല്ലെങ്കിൽ വേണ്ട, അവിടെ നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരാം. നിന്നെ ഞാൻ അകത്താക്കൂടെ അന്തോണി. ഞാനെന്താ ഈച്ചയോ പൂച്ചയോ പഴുത്ത മാങ്ങയോ വല്ലതാണോ പിടിച്ചകത്താക്കാൻ? നിന്നെ ഞാൻ ലോക്കപ്പിനകത്താക്കുമെന്നാ പറഞ്ഞു. വകുപ്പ് 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 വകുപ്പ്. നിന്നെ ഞാൻ ഇതിനു മുമ്പ് താക്കീത് ചെയ്തിട്ടുള്ള പണപ്പിരിവ് നടത്തി ആളുകളെ വഞ്ചിച്ചിട്ട് വകുപ്പ് അറിയണ അല്ലട പൊപ്പ. ഗുരുവായൂരപ്പ. എന്റെ പേര് അതല്ല, അന്തോണി എന്നാ. ഇവിടെ ഇന്ത്യൻ പീനൽ കോഡ് എന്നൊരു കോഡുണ്ട്. അതിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ? എന്താ? ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ എന്ന്? ഇല്ലെങ്കിൽ എന്നാ പിടിച്ചോ. If a person sufficiently declarations all the conditions of the locality or somebody give to anybody in the nationalities from tin collections are. tin collections എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇത് തന്നെ പാട്ടപ്പിരിവ്. From all the tin collections, not to questions or answers in the nation, rather the botheration. വല്ല പിടിയും കിട്ടിയോ? പാട്ടപ്പിരിവ് ഓരോ ഇന്ത്യൻ പൗരന്റെയും ജന്മാവകാശമാകുന്നു. അതിനെ ചോദ്യം ചെയ്യുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ വയസ്സുകാലത്ത് പെൻഷൻ മേടിച്ച് പിള്ളേര് ഒന്നിച്ച് വീട്ടിൽ കഴിയണമെന്നുണ്ടോ? അതോ? ഇല്ലില്ല, ഞാൻ ചോദ്യം ചെയ്തിട്ടുമില്ല, തടസ്സപ്പെടുത്തിയിട്ടുമില്ല. നിന്റെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോ. കഴിഞ്ഞില്ലേ? എനിക്കൊരു കേസ് അന്വേഷിക്കാം കേട്ടോ. ദോശ എടുത്തേ. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ഇവിടെ ഒരാളല്ലേ ഉള്ളൂ. കുറച്ച് ചമ്മന്തി ഒരു ചായ. സ്വല്പം താമസമുണ്ട്. താമസിക്കാൻ എനിക്ക് സമയമില്ല. എന്നാ പോയിട്ട് വന്നാ മതി. ഇതെവിടുത്തെ മര്യാദയാണ്? ഒരുത്തൻ രാപകൽ അധ്വാനിച്ച് പണവുമായി ചായ കുടിക്കാൻ വരുമ്പോ പോയിട്ട് വരാനോ? ഈ കിളിപാടിയിൽ വേറെ കടയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? കടയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ കാശ് കൊടുക്കണം. പിന്നെ ഇതെന്തുവാ, പുളിങ്കുരുവാന്നോ? മേലായി കട ഞാൻ കാലൂത്തത്തില്ല. അന്തോണി അവിടെ നിന്നേ. അങ്ങനെ വഴിക്ക് വാ. ഇവിടെ തരാനുള്ള കാശ് തന്നിട്ട് പോയാ മതി. ഇവിടെ തന്നാ ഞാൻ അവിടെ എങ്ങനെ കൊടുക്കും? എങ്ങനെ കൊടുത്താലും വേണ്ടല്ല, മര്യാദക്ക് കാശ് തന്നിട്ട് പോയാ മതി. ഇപ്പൊ തരാൻ പറ്റില്ല. അത് വേണ്ടത്തില്ല, ഞാനിങ്ങോട്ട് എടുത്തോളാം. അയ്യോ, എന്നെ കളിപ്പിക്കാൻ അതൊന്നും നടക്കില്ല. അയ്യോ, ഈ ജഗതമ്മ കളിപ്പിക്കാന്ന് വിചാരിച്ചല്ലേ? അതൊന്നും നടക്കല്ല മോനെ. കടുവായ കിടുവാ പിടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാ നേരിട്ട് കണ്ടത്. ഈശ്വരനുണ്ടെന്ന് ഇപ്പൊ പൂർണ്ണ ബോധ്യമായി. പിന്നെ ഇത്രയും കാലം ഈശ്വരാന്ന് വിളിച്ചു കിടന്ന എന്തിനാ? ഇത്രയും നാൾ വിളിച്ചിട്ട് ഇപ്പോഴാ വിളി കേട്ടാന്ന് കൂട്ടിക്കോളൂ. എണ്ണി എടുത്തോ, ഗതികെട്ട കാശ, ഗുണം പിടിക്കത്തില്ല. പോണി. അയ്യോ, ഇരുന്നാട്ടെ. ഏതായാലും അന്തോണി പറഞ്ഞിട്ട് പോയത് സത്യമാണ്. ആളുകളെ കബളിപ്പിച്ച കാശല്ലേ. അവന്റെ പേര് തന്നെ തിരുവന്തോണി എന്ന്. പേരെന്തായാലെന്താ, ആള് പണ്ഡിതനോ? ഇന്ത്യൻ പീനൽ കോഡൊക്കെ പച്ചവെള്ളം പോലെ.
സിസ്റ്റർ വരാഞ്ഞിട്ടാ വണ്ടി വിടാഞ്ഞത്. ഓ വലിയ ഉപകാരം. ഇനി വിട്ടോ വിട്ടോ നീക്ക്. വേഗം വന്നാട്ടെ സാറേ, വേഗം വാ. അങ്ങോട്ട് കയറിക്കേ. ഒരു കിളിപാടി, ഒരു കിളിപാടി. ചുമ്മാ പാടട്ടെന്ന്, എത്ര വേണമെങ്കിലും പാട്ടെ. കിളിപാടിയിലേക്കുള്ള ഒരു ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. ആന്നോ, ഇങ്ങോട്ട് ഇരിക്കും. ഞാനും കിളിപാടിയിലേക്കാ. ഇങ്ങോട്ട് ഇരിക്കും. സ്വല്പം നീക്കി. ഓ, വന്ന് കയറിയപ്പോഴേക്കും നല്ലൊരു സുഹൃത്തിനെയാണല്ലോ കിട്ടിയത്. നമസ്തേ. ഞാൻ കിളിപാടിയിൽ അപരിചിതനാണ്. അതിനെന്ത് നീ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? ഇത് എവിടത്തെ നമസ്തയാ? ഇത് ഞങ്ങളുടെ അടയാളമാണ്. LIC. ചതിച്ചോ ഭഗവാനെ, ഇൻഷുറൻസ് ചെയ്യണ്ടാന്നോ? ഇല്ല സുഹൃത്തെ, LIC ആരെയും ചതിച്ചിട്ടില്ല, രക്ഷിച്ചിട്ടേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ ബസ്സിൽ യാത്ര ചെയ്യും, പോകുന്ന വഴിക്ക് തലയും കുത്തി. ഇവിടെ വെച്ച് നിർത്തില്ല, ഭഗവാനാണ് ഇനി ബസ്സിൽ നിർത്തി ചാടും. ഓ ശരി, എങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. പോരെ? ആ. എടാ, നമ്മുടെ എഴുത്തണ്ടല്ലേ പപ്പൻ ചേട്ടൻ ഇരിക്കുന്നു. പപ്പൻ ചേട്ടോ, ഗർഭമായിരിക്കും എന്തോ ചെയ്യണം? നിർദോഷമായ നല്ലൊരു ക്വസ്റ്റ്യൻ. ആൻസർ പറഞ്ഞു കൊടുക്കും പപ്പൻ ചേട്ടാ. അത് വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും ചോദിച്ചോ പോരെ മക്കളെ, എന്തിനാണ് പപ്പൻ ചേട്ടൻ ഉപദ്രവിക്കുന്നത്? കൈ കൊടുക്ക, കൈ കൊടുക്ക. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. പിന്നെ ഞാൻ എന്തിനാ നിങ്ങൾ MLA ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്? അപ്പൊ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ. അടുത്ത അസംബ്ലിയിൽ ഈ കാര്യം ഞാൻ അവതരിപ്പിച്ചിരിക്കും. എന്നാ പോരെ? നമസ്കാരം. മാത്തച്ഛൻ മുതലാളി ബംഗ്ലാവിലുണ്ടോ തോമസേ? മുതലാളി ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നേ ഉള്ളൂ സാർ. മകളെ കാണാൻ പോയിരുന്നു. മടങ്ങി വന്നോ ഇല്ലയോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. ഒന്ന് വേഗം ഇറങ്ങിയാട്ടെ, അടുത്ത ട്രിപ്പ് പോകണം. ആദ്യം കൊട്ടാക്കി എടുത്ത്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. പതുക്കരണേ. കയറ ഒന്ന് വേഗം ഇങ്ങോട്ട് മാറ്റേ. ഇതാണോ കിളിപാടി? കിളിവാടിക്ക് ഇനിയും പോണം. ബസ് അങ്ങോട്ട് പോകത്തില്ല, റോഡ് മഹാമോശമാണ്. എന്നിട്ട് പിന്നെ കിളിപാടിന്ന് ബോർഡ് വെച്ചിരിക്കുന്നതോ, അങ്ങോട്ടുള്ള ചാർജ് വാങ്ങിച്ചതോ? അതിന് ഇവിടെ വരെയെങ്കിലും കൊണ്ടൊന്ന് വിട്ടില്ലേ, ബാക്കി നടന്നു പോയേ പറ്റൂ. ഇത് എവിടത്തെ ന്യായം? ഇത് കേട്ടാ ഇവിടെ നടക്കുന്ന ബാക്കി കാര്യങ്ങൾക്ക് ന്യായമാണെന്ന് തോന്നുമല്ലോ. ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് സാറ് കാണുന്നുണ്ടോ? ഇന്ന് മത്തായി മുതലാളിയെ കാണുമ്പോ സാറ് ഈ റോഡിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് ശരിയാക്കണം. വാസ്തവത്തിൽ ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. ഈ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാനിന്ന് മുതലാളിയെ കാണാൻ പോകുന്നത്. അപ്പൊ വരട്ടെ. ആഹാ, കിളിപാടി വരെ നടക്കാൻ പോവാണ്. ഇങ്ങോട്ട് കേരളീലാമേ, ഞാൻ എസ്റ്റേറ്റിലേക്കാ. ചുമ്മാ കേരള സിസ്റ്റർ. ബുദ്ധിമുട്ടാവുമോ? സമയം കളയാതെ കേറുന്നെങ്കിൽ കേറ്. ഇതാരാ? ഇതെന്തോന്ന്? കഥ കളിയോ അതോ പന്ത് കൊടുത്തോ? ഇത് രണ്ടുമല്ല, ഞാനൊരു LIC ഏജന്റാണ്. ഇതാണ് ഞങ്ങളുടെ അടയാളം. അതായത് നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ. അപ്പാ കെട്ടൊക്കെ വണ്ടിയിലോട്ട് വെക്കേ. പുള്ളിക്കാരൻ കിളിപാടിലേക്കാ, കേറിക്കോട്ടോന്ന്. വേണ്ട. അപ്പൊ പിന്നെ നമുക്ക് കിളിപാട് വെച്ച് കാണാം. വരട്ടെ. വേണ്ട വേണ്ട, നീ നടന്നോന്നാ മതി. പുള്ളിക്കാരനൊരു കൂട്ട് വേണ്ടേ? ആ ലീലാമ്മയും മരുന്നൊക്കെ ഹെൽത്ത് സെന്ററിൽ ഉണ്ടാവും. ലീലാമ്മ
പിടിയോടും പിടിയോടും. പോട്ടെ, സാരല്ലേ. നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഈ കുളിർക്കാറ്റൊക്കെ ഒന്നേറ്റ് സാവധാനം നടന്നു പോവാ. അതാ സുഖം. അല്ല പോകാതിരുന്ന് നന്നായി. അവരൊരു കൊച്ചു വർത്താനം കേട്ടുകൊണ്ട് നമ്മൾ എത്ര നേരം ഉണ്ടായിരിക്കും. അയ്യോ, അന്ന് നമുക്ക് പോയിരുന്നു കേട്ടോ.